ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് താരൻ, ഡാൻഡ്രഫ്. ഇന്ന് പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് താരൻ എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് പുറത്തിറങ്ങുമ്പോഴൊക്കെ ഈ താരൻ കൊണ്ടും ചൊറിച്ചിലുണ്ടാകുക, നമുക്ക് എപ്പോഴും ഒരു ഇറിറ്റേഷനാണ് ഈ താരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ താരനുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ആഹാര കാര്യത്തിലാണെങ്കിലും അതുപോലെ നമ്മുടെ ഡെയിലി റൂട്ടീൻ കാര്യങ്ങൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പലരും ഈ താരം വരുമ്പോൾ പല എണ്ണകൾ മാറി മാറി തേച്ച് നോക്കാറുണ്ട്, അല്ലെങ്കിൽ പുതിയ ഡോക്ടേഴ്സിനെ കണ്ട് അങ്ങനെയുള്ള മെഡിസിൻ എടുക്കാറുണ്ട്. എന്നാലും നമുക്ക് ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ല, അത് ഉപയോഗിക്കുമ്പോൾ കുറയുന്നുണ്ട്, അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും വരുന്നതായിട്ട് പറയാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ സ്ഥിരമായിട്ട് തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. നമുക്ക് താരനുള്ള ആൾക്കാർ എല്ലാ ദിവസവും തലയിൽ എണ്ണ തേക്കാൻ പാടില്ല. പിന്നെ രണ്ടെന്ന് പറയുന്നത് നമ്മുടെ ആഹാരക്രമങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് ഈ ശരീരത്തിലെ വിറ്റമിനുകളുടെ കുറവ്, അതായത് വിറ്റമിൻ B6, B12, അതുപോലെ ബയോട്ടിൻ, പ്രോട്ടീൻ, ഇതൊക്കെ നമുക്ക് ശരീരത്തിന് ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അഭാവം കൊണ്ട് നമുക്ക് ഈ താരൻ ഉണ്ടാകാം. പിന്നെ വേണ്ടത് പ്രത്യേകിച്ച് ഈ ഡ്രൈ സ്കിന്നാണ് ഉള്ള ആൾക്കാർക്കും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഡ്രൈനെസ് കൊണ്ട് നമുക്ക് ഈ സ്കാൽപ്പ് ഡ്രൈനെസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വരാം. അപ്പോൾ അതിന് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക, അതായത് ഒരു ദിവസം 2-3 ലിറ്റർ വരെയെങ്കിലും നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ആഹാരത്തിൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ പച്ചക്കറികൾ, ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക. അതുപോലെ നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ് വരുന്നത്, അതായത് നമ്മുടെ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ മത്തി, അതുപോലെ മുട്ട, ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക. അതുപോലെ ധാന്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ചിയ സീഡ്, ഫ്ലെക്സ് സീഡ്, ഇങ്ങനെയുള്ളത് കഴിക്കുന്നതും, അതുപോലെ നട്ട്സുകൾ, നമ്മുടെ ബദാം, അണ്ടിപ്പരിപ്പ്, ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക ആഹാരത്തിൽ. പിന്നെ അതുപോലെ നമ്മുടെ സോയാബീൻ പോലെയുള്ള ഇതൊക്കെ നമുക്ക് പ്രോട്ടീൻ കൂടുതലാണ്. ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും കഴിക്കുക. പിന്നെ അതുപോലെ നമ്മൾ മധുരം അമിതമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിലും അതൊന്ന് നമ്മൾ കുറയ്ക്കാൻ, അല്ലെങ്കിൽ ഒഴിവാക്കണം എന്ന് പറയുന്നില്ല, കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ടെൻഷനുള്ള ആൾക്കാരിൽ നമ്മൾ ഈ ഡാൻഡ്രഫ് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ പുറമെ നമ്മൾ ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമുകളൊക്കെ അപ്ലൈ ചെയ്താലും നമ്മുടെ ആഹാരക്രമത്തിലും അതുപോലെ ഇങ്ങനെയുള്ള ധാരാളമായിട്ട് വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കിതിനെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് കൂടുതലായിട്ട് താരമുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിനെ കുറയ്ക്കാനായിട്ട്